ചരിത്രം നമ്മളെ പഠിപ്പിച്ച പല സത്യങ്ങളും വെറും കെട്ടുകഥകൾ മാത്രമാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിച്ച നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു യുദ്ധത്തിന് പിന്നിൽ ആരും പറയാത്ത മറ്റൊരു കറുത്ത അധ്യായമുണ്ട്. അറേബ്യൻ മരുഭൂമിയിലെ ആ തണലില്ലാത്ത മണൽപ്പരപ്പുകളിൽ ക്രിസ്തുവർഷം 624 നടന്ന ആ സംഭവം കേവലം ഒരു മതസംരക്ഷണ യുദ്ധമായിരുന്നില്ല. നമ്മൾ കേട്ടറിഞ്ഞ ചരിത്ര പുസ്തകങ്ങളിൽ പ്രതിരോധത്തിന്റെ കഥകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മണൽക്കാറ്റുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ശ്വാസതാളം സാക്ഷ്യം പറയുന്നത് മറ്റൊന്നിനാണ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കയിൽ നിന്നും ജീവനും കൊണ്ട് ഓടിയ ഒരു മനുഷ്യൻ വെറും 2 വർഷം കൊണ്ട് എങ്ങനെയാണ് മദീനയുടെ സർവാധികാരിയായി മാറിയത്? ആത്മീയതയുടെയും സമാധാനത്തിന്റെയും പേരിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ ആയുധമേന്തിയ ഒരു വലിയ സൈനിക ശക്തിയായി മാറിയതിന് പിന്നിലെ രഹസ്യമെന്താണ്? ഇവിടെയാണ് ചരിത്രകാരന്മാർ മൂടിവെച്ച ആ സത്യത്തിന്റെ മണടുവിരിപ്പുകൾ നീങ്ങുന്നത്. ഇത് കേവലം ഒരു വിശ്വാസത്തിന്റെ പോരാട്ടമായിരുന്നില്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി നടത്തിയ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. ആ മണൽക്കാറ്റിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ലോകത്തെ മാറ്റിമറിച്ച ആ വലിയ രഹസ്യത്തിന്റെ ആദ്യ പടവുകളിലേക്ക് നമുക്ക് നോക്കാം. ഒരു പുതിയ ഭരണകൂടം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഉത്തരം വളരെ ലളിതമാണ്: സാമ്പത്തിക ഭദ്രതയും ആയുധബലവും തന്നെ. മക്കയിൽ നിന്ന് സർവസ്വവും ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന മുഹാജിറുകൾക്ക് സ്വന്തമായി ഒരു വരുമാനമാർഗവും ഇല്ലായിരുന്നു. അഭയാർത്ഥികളായി എത്തിയ അവർക്ക് മദീനയിലെ അൻസാറുകളുടെ കാരുണ്യത്തിൽ എത്രകാലം മുന്നോട്ടു പോകാൻ കഴിയും? കേവലം ഒരു ആത്മീയ ഗുരുവായി ഒതുങ്ങാതെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ച പ്രവാചകന് തന്റെ അനുയായികളെ കൂടെ നിർത്താനും ഒരു പുതിയ സൈന്യത്തെ വാർത്തെടുക്കാനും വൻതോതിൽ പണം ആവശ്യമായിരുന്നു. അന്നത്തെ അറേബ്യൻ സാഹചര്യത്തിൽ പണം കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്തായിരുന്നുവെന്നറിയാമോ? ധനസമൃദ്ധിയോടെ കടന്നുപോകുന്ന ഖുറൈശികളുടെ വലിയ കച്ചവട സംഘങ്ങളെ വഴിയിൽ വെച്ച് ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നു അത്. ഇത് ജീവിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരൊറ്റപ്പെട്ട നീക്കമായിരുന്നില്ല. മക്കക്കാരുടെ സാമ്പത്തിക നട്ടെല്ല് തകർത്ത് അവരെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടെ തയ്യാറാക്കിയ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ശത്രുവിനെ ശാരീരികമായി നേരിടുന്നതിനേക്കാൾ മുൻപ് അവരുടെ സമ്പത്തിനെ തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ പ്രധാന തന്ത്രം. ഇതോടെ മദീനയുടെ മണ്ണിൽ ഒരു പുതിയ അധികാര സമവാക്യം രൂപപ്പെടാൻ തുടങ്ങി. പ്രവാചകന്റെ മനസ്സിൽ വളരെ കൃത്യമായ ചില ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സിറിയയിലേക്ക് പോകുന്ന ഖുറൈശികളുടെ പ്രധാന കച്ചവടപ്പാത കടന്നുപോകുന്നത് മദീനയ്ക്ക് തൊട്ടടുത്തുകൂടിയായിരുന്നു. ഈ വഴി തടസ്സപ്പെടുത്തുന്നതിലൂടെ മക്കയുടെ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. രണ്ടാമതായി, മദീനയിൽ അന്നുണ്ടായിരുന്ന ജൂതന്മാർക്കും മറ്റ് പ്രാദേശിക ഗോത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ശേഷി തെളിയിക്കുക എന്നത് അധികാരമുറപ്പിക്കാൻ അത്യാവശ്യമായിരുന്നു. ഒരു ചെറിയ പ്രാദേശിക കൂട്ടായ്മയിൽ നിന്ന് മാറി അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സൈനിക ശക്തിയായി ഈ പുതിയ പ്രസ്ഥാനത്തെ മാറ്റുക എന്നതായിരുന്നു അന്തിമ ലക്ഷ്യം. സമ്പത്തും അധികാരവുമില്ലാതെ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മികച്ച തന്ത്രജ്ഞനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ കൃത്യമായ പദ്ധതിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആധികാരിക തെളിവുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. സഹീഹ് മുസ്ലിമിലെ 17790 നമ്പറിലുള്ള ഒരു ചരിത്രരേഖ ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അബൂ അയ്യൂബ് അൽ അൻസാരി നിവേദനം ചെയ്യുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ്: റസൂലുള്ളാഹി മദീനയിലായിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, അബൂ സുഫ്യാന്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ ഒരു വലിയ കച്ചവട സംഘം വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് അതിലേക്ക് പുറപ്പെടാം. അള്ളാഹു അത് നമുക്ക് കൊള്ള മുതലായി തന്നേക്കാം. ഈ വാക്കുകൾ സാക്ഷ്യം നൽകുന്നത് മക്കക്കാർ ആക്രമിക്കാൻ വരുന്നുവെന്ന് കേട്ടല്ല, മറിച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളുമായി വരുന്ന കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചാണ് അവർ യാത്ര തിരിച്ചത് എന്നാണ്. തഫ്സീർ ഇബ്നു കസീറിലെ അൻഫാൽ സൂറത്തിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ ഈ സത്യം കൂടുതൽ വ്യക്തമാകും. മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ ശക്തമായ ആയുധങ്ങളുള്ള ഒരു സൈന്യത്തോട് ഏറ്റുമുട്ടുക എന്ന ചിന്തയേയില്ലായിരുന്നു. യാതൊരു ആയുധവുമില്ലാത്ത കാവൽക്കാർ കുറവായ അബൂ സുഫ്യാന്റെ കച്ചവട സംഘത്തെ വഴിതിരിച്ചുവിട്ട് പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ഒരേയൊരു ലക്ഷ്യം. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ലളിതമായിരുന്നില്ല. കച്ചവട സംഘത്തിന്റെ തലവനായ അബൂ സുഫിയാൻ വളരെ ചതുരനായൊരു മനുഷ്യനായിരുന്നു. തങ്ങളെ തടയാൻ മദീനയിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന രഹസ്യവിവരം അയാൾക്ക് വഴിയിൽ വെച്ച് ലഭിച്ചു. അതോടെ അയാൾ തന്റെ യാത്രാമാർഗം പെട്ടെന്ന് തന്നെ മാറ്റി കടൽ തീരത്തുകൂടിയുള്ള മറ്റൊരു സുരക്ഷിത പാതയിലൂടെ രക്ഷപ്പെട്ടു. ഇതേ സമയം തന്റെ കച്ചവട സംഘത്തെയും കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കളെയും സംരക്ഷിക്കാൻ മക്കയിൽ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000ഓളം വരുന്ന ഒരു വൻ സൈന്യം അപ്പോഴേക്കും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്റെ സ്വത്ത് സുരക്ഷിതമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യുദ്ധമൊഴിവാക്കാൻ അബൂ സുഫ്യാൻ സന്ദേശമയച്ചെങ്കിലും അബൂജഹൽ പിന്മാറാൻ തയ്യാറായില്ല.
മദീനയിലെ ഈ പുതിയ ശക്തിയെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ മക്കയുടെ സൈന്യം ബദർ ലക്ഷ്യമാക്കി നീങ്ങി. കേവലം 313 പേരുമായി കുറഞ്ഞ ആയുധങ്ങളോടെ പുറപ്പെട്ട പ്രവാചകനും അനുയായികളും ഒരു വലിയ സൈന്യത്തിന് മുന്നിൽ പെട്ടെന്ന് അകപ്പെടുകയായിരുന്നു. ഒരു കൊള്ള മാത്രമായി അവസാനിക്കേണ്ടിയിരുന്ന ഒരു നീക്കം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു വലിയ യുദ്ധമായി മാറിയ നിമിഷമായിരുന്നു അത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ രണ്ട് ശക്തികൾ ബദറിന്റെ മണ്ണിൽ മുഖാമുഖം വന്നത്. യുദ്ധം മുന്നിൽ കണ്ടല്ല പുറപ്പെട്ടതെങ്കിലും ആ മണൽപ്പരപ്പിൽ വെച്ച് അവർക്ക് പോരാടേണ്ടി വന്നു. ആ ചരിത്ര യുദ്ധത്തിൽ കുറഞ്ഞ ആളുകളുമായി വന്ന മദീനയുടെ സൈന്യം വൻ സായുധ ശക്തിയുള്ള മക്കയുടെ പടയെ പരാജയപ്പെടുത്തി. യുദ്ധം അവസാനിച്ച ഉടനെ അവിടെ അവശേഷിച്ച വലിയ തോതിലുള്ള സ്വത്തുക്കളും കച്ചവട സാധനങ്ങളും കൊള്ള മുതലായി മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. സഹീഹ് ബുഖാരിയിലെ പല ചരിത്ര വിവരണങ്ങളിലും കാണാം, യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വലിയ തോതിലാണ് ഈ കൊള്ള മുതൽ വീതിച്ചു നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ദൈവത്തിന്റെ പേരിലുള്ള ഒരു പുതിയ നിയമം വരുന്നത്. അൻഫാൽ സൂറത്തിലെ 41-ാം വചനത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. വാമാ ഗാനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂലി. അതായത് നിങ്ങൾ യുദ്ധമാർഗത്തിൽ നേടിയെടുത്ത കൊള്ള മുതൽ എന്തുതന്നെയായാലും അതിന്റെ 5-1 അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമുള്ളതാണ്. ദൈവീകമായ വെളിപാടുകൾ പോലും യുദ്ധമുതൽ എങ്ങനെ വീതം വെക്കണമെന്നും അതിലൊരു നിശ്ചിത പങ്ക് പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നത് നമ്മളിവിടെ കാണുകയാണ്. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധവും ശാന്തവുമായ ഒരു വ്യവസ്ഥിതി എന്നതിനേക്കാൾ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്രസംസ്കാരത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത നിയമങ്ങളായിരുന്നു ഇവയെല്ലാം. തന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനും അനുയായികളെ ആവേശഭരിതരാക്കാനും ജിഹാദെന്നും അള്ളാഹുവിന്റെ കൽപ്പനയെന്നും പേരിട്ട് വിളിക്കുകയായിരുന്നു. കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്നത് അറേബ്യയിൽ അന്ന് പതിവായിരുന്നു. ഇവിടെ അതിന് ഒരു ദൈവികാംഗീകാരം നൽകിയെന്ന് മാത്രം. ഈ ചരിത്ര വസ്തുതകൾ നമ്മെ എത്തിക്കുന്നത് ഒരു വലിയ തിരിച്ചറിവിലേക്കാണ്. തന്റെ ആവശ്യാനുസരണം യുദ്ധമുതലിന്റെ ഓഹരി ചോദിക്കുന്ന ശത്രുക്കളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ കൽപ്പന നൽകുന്ന ഒരു ഭരണക്രമമാണ് ഇവിടെ രൂപപ്പെട്ടത്. രാഷ്ട്രീയ തന്ത്രജ്ഞതയും അധികാരമോഹവും സാമ്പത്തിക താൽപ്പര്യങ്ങളും സമർത്ഥമായി സമന്വയിപ്പിച്ച് കെട്ടിപ്പടുത്ത ഒരു ഭൗതിക പ്രസ്ഥാനത്തിന്റെ കഥയാണ് ബദർ നമ്മളോട് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അക്കാലത്തെ നിരവധി പ്രധാന ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ ഒന്നാമത്തേതാണ് അൽ വാഖിദിയുടെ കിതാബുൽ മഗാസി. പ്രവാചകന്റെ കാലത്തുണ്ടായ സൈനിക നീക്കങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ച് ഏറ്റവും വിശദമായി പ്രതിപാദിക്കുന്ന ആദ്യകാല ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നാണിത്. കച്ചവട സംഘങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ യാത്രകളുടെ കൃത്യമായ റൂട്ടുകളും വിവരങ്ങളും ഇതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കൃതിയാണ് ഇമാം അൽ തൊബരിയുടെ താരീഖുർ റുസുലി വൽ മുലൂക്ക്. ഇസ്ലാമിക ചരിത്രരചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സായി കണക്കാക്കപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ ബദർ യുദ്ധത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യങ്ങളും അറേബ്യൻ ഗോത്രങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതപരമായ വിശ്വാസങ്ങൾക്കപ്പുറം അറേബ്യൻ മണ്ണിൽ നടന്ന സാമ്പത്തിക യുദ്ധങ്ങളുടെ നേർചിത്രമാണ് ഈ പുസ്തകങ്ങൾ തുറന്നുകാട്ടുന്നത്. അറേബ്യൻ മണ്ണിലെ ഈ വലിയ അധികാരമാറ്റത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മൂന്നാമത്തെ പ്രധാന ഗ്രന്ഥമാണ് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമും ചേർന്ന് തയ്യാറാക്കിയ സീറത്തുർ റസൂലില്ലാഹ്. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെയും ആധികാരികവുമായ ജീവചരിത്ര ഗ്രന്ഥമാണിത്. മക്കയിൽ നിന്നുള്ള പലായനവും അതിനുശേഷം മദീനയിലുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും പരിഹരിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചതെന്ന് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഖുർആൻ വചനങ്ങളുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇബ്നു കസീറിന്റെ തഫ്സീർ ഇബ്നു കസീറും ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട അൻഫാൽ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ സൈന്യത്തോടല്ല മറിച്ച് അൽ ഐർ എന്ന് വിളിക്കുന്ന കച്ചവട സംഘത്തെ പിടിച്ചെടുക്കാനാണ് പുറപ്പെട്ടതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൂടാതെ W. മോൺഗോമറി വാട്ട് എഴുതിയ മുഹമ്മദ് അറ്റ് മദീന എന്ന ആധുനിക ചരിത്ര ഗ്രന്ഥവും ഇതേ പാതയിലാണ് വെളിച്ചം വീശുന്നത്. 9-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക വളർച്ചയെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്ര പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്ന ഈ പുസ്തകം മദീനയിലെ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സത്യത്തിലേക്കാണ്: നമ്മൾ കേട്ട സമാധാനത്തിന്റെ കഥകൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ടായിരുന്നു. ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ല, ഇസ്ലാമിക ലോകം ഏറ്റവും ആധികാരികമെന്ന് വിശ്വസിക്കുന്ന ഹദീസുകളും ഈ വസ്തുതകൾക്ക് അടിവരയിടുന്നുണ്ട്. സഹീഹ് മുസ്ലിമിലെ 17763 നമ്പറിലുള്ള ചരിത്രരേഖ ഇതിന് വലിയൊരു തെളിവാണ്. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കളും തടവുകാരെ മോചിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന വൻതുകയും എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന കൃത്യമായ രാഷ്ട്രീയ സൈനിക നിയമങ്ങളാണ് ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത്. കേവലമൊരു ആത്മീയ കൂട്ടായ്മ എന്നതിനപ്പുറം ഒരു വലിയ സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഇതിലൂടെ രൂപപ്പെടുത്തിയത്. സമാനമായ മറ്റൊരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുനൻ അബൂദാവൂദിലെ 2741 നമ്പറിലുള്ള ഹദീസിലാണ്.
മദീനയിലെ മുഹാജിറുകൾ അനുഭവിച്ചിരുന്ന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കച്ചവട സംഘങ്ങളെ തടയുന്നതിലൂടെയും യുദ്ധങ്ങളിലൂടെയും അവർക്ക് പെട്ടെന്നുണ്ടായ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും ഇതിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ആത്മീയമായ ഉയർച്ചയേക്കാൾ അനുയായികളുടെ ഭൗതികമായ നിലനിൽപ്പിനാണ് അവിടെ മുൻഗണന നൽകിയതെന്ന് ഈ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആയുധബലവും പണക്കൊഴുപ്പും ഉപയോഗിച്ച് ഒരു പുതിയ വ്യവസ്ഥിതി എങ്ങനെയാണ് അറേബ്യൻ മണ്ണിൽ വേരുറപ്പിച്ചതെന്ന് ഈ ഓരോ തെളിവുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സഹീഹ് ബുഖാരിയിലെ 3951 നമ്പറിലുള്ള ഹദീസ് പരിശോധിച്ചാൽ മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി പുറത്തുവരും. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിക്കും ലഭിച്ച വലിയ തോതിലുള്ള കൊള്ളമുതലിനെക്കുറിച്ചും അത് അനുയായികൾക്കിടയിൽ എപ്രകാരമാണ് കൃത്യമായി വീതം വെച്ചതെന്നും ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. യുദ്ധമെന്നത് കേവലം ഒരു ആദർശ പോരാട്ടമായിരുന്നില്ല, മറിച്ച് പങ്കെടുത്തവർക്കെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുത്ത ഒരു വലിയ സ്രോതസ്സായിരുന്നു എന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. കൂടാതെ സഹീഹ് ബുഖാരിയിലെ 4130 നമ്പറിലുള്ള ഹദീസിൽ പ്രവാചകന്റെ അനുയായികൾ തന്നെ ഇതിന് കൃത്യമായ സാക്ഷ്യം നൽകുന്നുണ്ട്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിനുള്ള ഒരുക്കമായിരുന്നില്ലെന്നും കേവലം കച്ചവട സംഘത്തെ മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നതെന്നും അവർ അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കേന്ദ്രത്തിലേക്കാണ്. നമ്മൾ വിശ്വസിച്ച ചരിത്രത്തിന് പിന്നിൽ വലിയൊരു മറച്ചുവെക്കൽ നടന്നിട്ടുണ്ട്. ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞ് സാമ്പത്തിക ലാഭത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും വേണ്ടി നടത്തിയ കൃത്യമായ കരുനീക്കങ്ങൾ മാത്രമായിരുന്നു അറേബ്യൻ മണൽപ്പരപ്പിൽ അന്ന് സംഭവിച്ചത്. അറേബ്യൻ മരുഭൂമിയിലെ ആ മണൽക്കാറ്റുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന യഥാർത്ഥ ചരിത്രം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായി തുറക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ സംരക്ഷണം, പ്രതിരോധ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച കഥകളുടെ യഥാർത്ഥ മുഖം ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹദീസുകളും മുൻനിർത്തി നമ്മൾ കണ്ടുകഴിഞ്ഞു. ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം മനുഷ്യർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തിപ്പെടുകയും അതിലൂടെ ഒരു വലിയ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ പാകുകയും ചെയ്ത കഥയാണ് ബദറിൻ്റേത്. ആകാശത്തുനിന്ന് ഇറങ്ങിവന്ന ഒരു പരിശുദ്ധ വ്യവസ്ഥിതി എന്നതിനേക്കാൾ അന്നത്തെ ഗോത്രസംസ്കാരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇസ്ലാം എന്ന് ഈ ചരിത്ര വസ്തുതകൾ അടിവരയിടുന്നു. ചരിത്രത്തെ കേവലം ആന്ധമായ വിശ്വാസത്തോടെ മാത്രം കാണാതെ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നിൽ സത്യം തെളിയുന്നത്. ഈ ആധികാരികമായ തെളിവുകളും ചരിത്ര വസ്തുതകളും വിശകലനം ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? ബദർ യുദ്ധം എന്നത് കേവലം ഒരു വിശ്വാസ സംരക്ഷണ പോരാട്ടമായിരുന്നോ, അതോ അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക നീക്കമായിരുന്നോ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും ചിന്തകളും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.